Hello everyone, Dr. Arvind Nandikishore here. Welcome back to Finance with AB. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർക്കേഴ്സ് ഉപയോഗിച്ച് 915 ട്രേഡ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ നല്ല ട്രേഡുകൾ എടുക്കാം എന്നുള്ളതിൻ്റെ പാർട്ട് 1 കണ്ടു. ഓക്കെ, സോ ആ സ്ട്രാറ്റജിയുടെ ഒരു മോഡിഫിക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയാം. ഇത് പാർട്ട് 2 ആണ്. സോ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ബേസ് സ്ട്രാറ്റജിയുടെ. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഇവിടെ കൊടുക്കുന്നതാണ്. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ടു അനദർ വീഡിയോ ബൈ ഫൈനാൻസ് വിത്ത് AB. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ബ്ലൂ മാർക്കേഴ്സ് വെച്ചിട്ട് ഓപ്പണിംഗ് റേഞ്ചിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഒരു കോൾ ഓപ്ഷനും റെഡ് മാർക്കേഴ്സ് വെച്ചിട്ട് അതായത് സെൽ പ്രഷറോടെ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുക എന്നുള്ളത് പറഞ്ഞു. അതാണ് ബേസിക് സ്ട്രാറ്റജി. ഓക്കെ, സോ ഇന്ന് അതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. സോ നമ്മളിവിടെ 24 സെപ്റ്റംബറിൻ്റെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കണ്ടീഷൻ ഇതാണ്. നമുക്കിവിടെ ഓപ്പണിംഗ് റേഞ്ച് ഹൈയും ലോയും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് റേഞ്ച് ലോയിന് താഴെ ഏതൊരു സൈഡിലേക്ക് ഹൈയുടെ മുകളിലേക്കാണെങ്കിലും ലോയുടെ താഴേക്കാണെങ്കിലും ഒരു 30 അല്ലെങ്കിൽ 40 അറൌണ്ട് 40 പോയിന്റ്സ് ഓർ മോർ 40 അതിലധികമോ പോയിന്റ്സ് മൂവ് ചെയ്തിട്ടുണ്ടോ നമ്മൾ നോക്കുക. സോ ഓപ്പണിംഗ് റേഞ്ച് ലോ ഇവിടെ വരുന്നത് 25,088 ഇവിടുത്തെ ഡേയ്സ് ലോ വരുന്നത് ഏകദേശം 25,028 അതായത് ഏകദേശം 60 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇനി തിരിച്ചു വരുന്ന സമയത്ത്, അതായത് ഓപ്പണിംഗ് റേഞ്ച് ലോയുടെ താഴെയാണ് നമ്മളിപ്പോൾ, തിരിച്ച് ഓപ്പണിംഗ് റേഞ്ചിലേക്ക് വരുമ്പോൾ ബൈ പ്രഷറോടെയാണ് വരുന്നതെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് അകത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അതായത് മാർക്കറ്റ് 60 പോയിന്റോളം ഓപ്പണിംഗ് റേഞ്ചിന് താഴേക്ക് വിടും. ഓക്കെ, ഇനി തിരിച്ച് ഓപ്പണിംഗ് റേഞ്ചിലേക്ക് വരുന്നുണ്ടോ നോക്കുക. നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു സമയത്ത് അല്ലേ 12-14 സമയത്ത് ഓപ്പണിംഗ് റേഞ്ചിന് അകത്തേക്ക് വരുന്നുണ്ട്. അത് ബൈ പ്രഷറോടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, സോ ആ ബൈ പ്രഷറോടെ ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈ പ്രഷർ ഉണ്ട്, അതായത് ബ്ലൂ മാർക്കേഴ്സ് ഉണ്ട്. ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കോൾ എൻട്രി എടുക്കാം എന്നുള്ളതാണ് സ്ട്രാറ്റജി. ആൻഡ് കോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ ഒരു സെൽ പ്രഷർ വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, സോ അതില്ലാത്തടത്തോളം കാലം നമ്മൾ ഓപ്പണിംഗ് റേഞ്ച് ഹൈ ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു റൈഡ് എടുക്കാം, ഒരു ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് സ്ട്രാറ്റജി. സോ നമ്മൾ എൻട്രി എടുക്കുന്ന ഏകദേശം 12-13 ആയപ്പോഴത്തേക്കും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ 12-14 ആയപ്പോഴത്തേക്കും നമുക്കറിയാം ഓക്കെ ബൈ പ്രഷറോടെ ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് താഴെ നിന്ന് വന്നു. ഓക്കെ, ബൈ പ്രഷറോടെ ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് കയറി. അപ്പോൾ നമ്മളൊരു 12-14 ഒരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് എൻട്രി കിട്ടുക ഏകദേശം 25,090-95 റേഞ്ചിലാണ്. ആൻഡ് നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് റേഞ്ച് ഹൈ ആണ് നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് റേഞ്ച് ഹൈ വന്ന് ഏകദേശം 145 ഈ ക്യാൻഡലിൽ ഹൈ പോയത് 143 വരെയാണ്. ഓക്കെ, സോ 143 വരെ ഓൾമോസ്റ്റ് ഓപ്പണിംഗ് റേഞ്ച് ഹൈ തന്നെ. ഓക്കെ, സോ എക്സാക്ട്ലി ആ സിംഗിൾ പോയിന്റ് അല്ല എങ്കിൽ നമ്മൾ ഓപ്പണിംഗ് റേഞ്ച് ഹൈ ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. സോ ഇതാണ് സ്ട്രാറ്റജിയുടെ മറ്റൊരു മോഡിഫിക്കേഷൻ. ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് കേസ്, അതായത് ഓപ്പണിംഗ് റേഞ്ചിന് മുകളിലേക്ക് പോയി. ഓക്കെ, സോ ഓപ്പണിംഗ് റേഞ്ച് ഇവിടെ നമ്മൾ 22 സെപ്റ്റംബറിനാണ് എടുത്തിരുന്നത്. 22 സെപ്റ്റംബറിന് 25,261-62 ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ഹൈ. അന്നത്തെ ഡേയുടെ ഹൈ പോയത് ഏകദേശം 328 അതായത് ഏകദേശം 60 പോയിന്റോളം അവിടെയും മുകളിൽ പോയിട്ടുണ്ട്. ഇനി ഓപ്പണിംഗ് റേഞ്ച് ഹൈയുടെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ സെൽ പ്രഷറോടെ തിരിച്ച് ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് വരികയാണെങ്കിൽ, താഴേക്ക് വരികയാണല്ലോ, അപ്പോൾ സെൽ പ്രഷറോടെ ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെൽ പ്രഷർ ഉണ്ട്, പക്ഷേ ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. ആൻഡ് നമ്മൾ ട്രേഡ് കണ്ടിന്യൂ ചെയ്തു പോകുന്നു, അതായത് ട്രേഡ് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ആൻഡ് ഏകദേശം ഇവിടെ എത്തിയപ്പോൾ, അതായത് ഏകദേശം 1.57-1.58 ആയപ്പോഴത്തേക്കും നമുക്ക് ഓപ്പണിംഗ് റേഞ്ചിന് അകത്തേക്ക് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ട്, സെൽ പ്രഷറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ 2.6-2.7 സമയത്ത് അല്ലെങ്കിൽ 2.8 സമയത്ത് നമ്മൾ കുറച്ച് പാനിക്കായിട്ട് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യേണ്ടി വന്നതിന് ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ആൻ എക്സിറ്റ്, അത് എക്സിറ്റ് ആയിക്കോട്ടെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു എന്ന് തന്നെ ഞാൻ തന്നെ നിങ്ങളോട് പറയുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് സെൽ പ്രഷർ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അതായത് 2.24 ബ്രേക്ക് ചെയ്യുന്നുണ്ട്, 2.25 ആയപ്പോഴത്തേക്ക് അകത്ത് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് റേഞ്ച് ലോ വരെ അടുത്തൊരു ടാർഗറ്റ് വെക്കാം. സത്യം പറഞ്ഞാൽ ഓപ്പണിംഗ് റേഞ്ചിന് 213 ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ലോ. സോ 200 എന്നുള്ളത് തൊട്ട് താഴത്തെ ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണ്. അതുവരെ പോലും നമുക്കൊരു പോസിബിൾ റൈഡ് എടുക്കാവുന്നതാണ്. ബട്ട് എനിവേ ഓപ്പണിംഗ് റേഞ്ച് ലോ ആണ് നമ്മുടെ സ്ട്രാറ്റജി. സോ ഓപ്പണിംഗ് റേഞ്ച് ലോ വരെ ഈസി ആയിട്ടൊരു ടാർഗറ്റ് എടുക്കാവുന്നതാണ്. അതായത് അങ്ങനത്തെ സ്ട്രാറ്റജി. ഇന്നത്തെ ദിവസം ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, പക്ഷേ മിക്ക ദിവസങ്ങളിലും അങ്ങനെ ഉണ്ടാവാറില്ല. ഈസി ആയിട്ട് ഇങ്ങനെ ഒരു റൈഡ് കിട്ടും. സോ ഇതാണ് ആ സ്ട്രാറ്റജിയുടെ മറ്റൊരു മോഡിഫിക്കേഷൻ. ഇതിന് ഒരു അഡീഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഓപ്പണിംഗ് റേഞ്ച് ഹൈയും ലോയും ഉണ്ട്. ഞാൻ 30 സെപ്റ്റംബറിന് ചാർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് റേഞ്ചിന് താഴെ വന്നു രാവിലെ മാർക്കറ്റ്. ഓക്കെ, പക്ഷേ ആ താഴെ വരുന്ന സമയത്ത് നമുക്കൊരു സെൽ പ്രഷർ ഇല്ല. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, താഴെ വരുന്ന സമയത്ത് സെൽ പ്രഷർ ഇല്ല. പക്ഷേ താഴെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ 9:30 സെൽ പ്രഷർ ഉണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മൾ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 10-25 പോയിന്റോളം താഴെ വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു പൊസിഷനിൽ നമ്മൾ എൻട്രി എടുക്കണമെന്നില്ല.
ഓപ്പണിംഗ് റേഞ്ചിന് പുറത്താണ് നമ്മളൊരു സെൽ പ്രഷറോ ബൈ പ്രഷറോ കാണുന്നെങ്കിൽ തിരിച്ചതാ ഓപ്പണിംഗ് റേഞ്ചിന് താഴേക്ക് വന്നു, തിരിച്ച് മുകളിലോട്ട് ഓപ്പണിംഗ് റേഞ്ച് ലോ തട്ടുമ്പോൾ അവിടെയും സെൽ പ്രഷർ ഉണ്ട്. അതായത് നമുക്ക് അടുത്ത താഴേക്ക് ഒരു എൻട്രി എടുക്കാം, അതായത് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. തിരിച്ച് ഓപ്പണിംഗ് റേഞ്ച് ലോയിൽ തട്ടി വീണ്ടും സെൽ പ്രഷറാണ്, അപ്പോൾ താഴേക്ക് വരാനാണ് സാധ്യത എന്നുള്ളതാണ് സ്ട്രാറ്റജി പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏകദേശം 9:34 തട്ടുന്നുണ്ട്. ഓക്കെ, 9:34 24,685 റേഞ്ചിൽ വന്നിട്ടുണ്ട്. ആൻഡ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു 30-40 പോയിന്റ്സ് എന്നുള്ള ഒരു റൈഡ് 24,635 വരെ വന്നിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50 പോയിന്റ് റൈഡ് കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട്. ഓക്കെ, ഇനി ഇതേ സ്ട്രാറ്റജിയുടെ ബൈ പ്രഷറിൽ നമ്മൾ എങ്ങനെ ഒരു ട്രേഡ് എടുക്കാമായിരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഓഗസ്റ്റ് 20 ഡേറ്റ് എടുത്തിട്ട് ആ ദിവസത്തെയാണ് ഞാനിത് ഐഡന്റിഫൈ ചെയ്ത്. ഓക്കെ, സോ ഓഗസ്റ്റ് 20 നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ മേ ബി രാവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ബൈ പ്രഷറും ഉണ്ട്. സോ ഈ ഒരു സമയത്ത് ഒരു പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തേനെ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയേനെ. പക്ഷേ ആസ് ലോങ് ആസ് ബൈ പ്രഷറിലെടുത്തോളം എക്സിറ്റ് ചെയ്യണം എന്നില്ല. എന്നിരുന്നാലും നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്തു, പ്രീമിയം ഡി കാരണം നമ്മൾ എക്സിറ്റ് ചെയ്തെന്ന് വിചാരിച്ചോളൂ. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഓപ്പണിംഗ് റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 10:01, 10:02 സമയത്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ബൈ പ്രഷർ ഇല്ല. ബൈ പ്രഷർ വന്നതാണെങ്കിൽ 10:06 അപ്പോഴത്തേക്ക് ഓപ്പണിംഗ് റേഞ്ച് ഹൈ കഴിഞ്ഞ് കുറച്ച് മുകളിലേക്ക്, സിഗ്നിഫിക്കൻ്റ്ലി മുകളിൽ അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക്, അങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഓൾമോസ്റ്റ് ഓപ്പണിംഗ് റേഞ്ച് ഹൈയിൽ തട്ടുന്നവരെ നമ്മളൊന്ന് കാത്തിരിക്കുക. ഓക്കെ, ഇൻഫാക്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ തന്നെ ഓൾമോസ്റ്റ് ഓപ്പണിംഗ് റേഞ്ച് ഹൈ തട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത മിനിറ്റിലെ നമ്മൾ അറിയുള്ളൂ ഇവിടെ ഒരു ബൈ പ്രഷർ വരുന്നു. അപ്പോഴത്തേക്ക് ആ ക്യാൻഡിൽ കഴിഞ്ഞിട്ടുണ്ടാവും. സോ ആ 1 മിനിറ്റിൻ്റെ ഡിലേയിൽ നമ്മളത് വെയിറ്റ് ചെയ്തു. ആൻഡ് മേ ബി ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മളൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഒരു 40 പോയിന്റ്സ് അവിടെ നമുക്ക് റൈഡ് കിട്ടിയാനെ. ആൻഡ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ മേ ബി ക്ലോസ് ടു ഒരു 100 പോയിന്റ്സിൻ്റെ റൈഡും അവിടെ പോസിബിൾ ആയിരുന്നു. ഓക്കെ, സോ അത് ഓഗസ്റ്റ് 20 ആ ദിവസമുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പാർട്ട് 2 ഓഫ് മാർക്കറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ പറഞ്ഞു ബൈ പ്രഷർ വന്ന് ഓപ്പണിംഗ് റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്താൽ, സെൽ പ്രഷർ വന്ന് ഓപ്പണിംഗ് റേഞ്ച് ലോ ബ്രേക്ക് ചെയ്താൽ ആ സൈഡിലേക്ക് നമുക്ക് കറസ്പോണ്ടിങ് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് അതിൻ്റെ മോഡിഫിക്കേഷൻസും എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഈ സ്ട്രാറ്റജിയുടെ പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഇവിടെ പറയാം. ഓക്കെ, അപ്പോൾ ഓവറോൾ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് എന്തെല്ലാം റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത് പ്രോഫിറ്റബിൾ ട്രേഡ്സിന് വേണ്ടി എന്നുള്ളത് ഞാൻ ചുരുക്കത്തിൽ ഒരു നട്ട്ഷെല്ലിൽ പറയാം. സോ ആദ്യമായിട്ട് ഓപ്പണിംഗ് റേഞ്ചിനകത്താണ് പ്രൈസ് എങ്കിൽ ബ്ലൂ മാർക്കേഴ്സോടെ ഓപ്പണിംഗ് റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ എൻട്രി ചെയ്യാം, കോൾ ഓപ്ഷൻ വാങ്ങിക്കാം. സെൽ പ്രഷറോടെ അതായത് റെഡ് മാർക്കേഴ്സോടെ ഓപ്പണിംഗ് റേഞ്ച് ലോ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പുട്ട് ഓപ്ഷനും എൻറ്റർ ചെയ്യാം. ഇനി പ്രൈസ് ഓപ്പണിംഗ് റേഞ്ചിന് മുകളിലേക്ക് 40 പോയിന്റോ അതിലധികമോ പോയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് താഴേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരു സെൽ പ്രഷറോടെ ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്ത് സെൽ പ്രഷറോടെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. അവിടുത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് റേഞ്ച് ലോ ആയിരിക്കണം. സ്പോട്ട് ക്യാൻഡിൽസിലാണ് നിഫ്റ്റി അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റ് ഏതാണോ അതിലെ ഓപ്പണിംഗ് റേഞ്ച് ലോ ആണ് നമ്മുടെ ടാർഗറ്റ് വരിക. സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് എപ്പോഴെങ്കിലും സെൽ പ്രഷർ ഡിസപ്പിയർ ആകുമ്പോൾ അല്ലെങ്കിൽ ബൈ പ്രഷർ അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ ആ പുട്ട് ഓപ്ഷൻ എൻട്രി എക്സിറ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിലത്തെ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പണിംഗ് റേഞ്ച് ലോയുടെ താഴെ 40 പോയിന്റ് അല്ലെങ്കിൽ അതിലധികം പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് പ്രൈസ് മുകളിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് റേഞ്ചിനകത്തേക്ക് കയറുകയാണെങ്കിൽ ബൈ പ്രഷറോടെ ബ്ലൂ മാർക്കേഴ്സോടെ ഓപ്പണിംഗ് റേഞ്ച് ലോ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ഹൈ എത്തുന്ന സമയം വരെ നമുക്ക് ടാർഗറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു സെൽ പ്രഷർ അപ്പിയർ ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് സ്വിങ്ങിൻ്റെ ലോയും വെക്കാവുന്നതാണ്. സോ സക്സസ്ഫുൾ ട്രേഡുകൾ നമ്മൾ കണ്ടു. ഇനി സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം എന്നും കൂടെ അറിയണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓഗസ്റ്റ് 1 ഞാൻ നഷ്ടം ഉണ്ടാക്കിയ ഒരു ദിവസത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ലോസ് വന്ന ഒരു ദിവസത്തെ ഡേറ്റ എടുത്തു. സോ ഓഗസ്റ്റ് 1 നിങ്ങൾക്ക് ആ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, ആ ഗൂഗിൾ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓഗസ്റ്റ് 1 10:22 എൻട്രി എടുത്ത് 11:10 വരെ അതുവരെ എക്സിറ്റ് ചെയ്ത ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. സോ അതെന്താണ് ഞാൻ ചെയ്തത് നമുക്ക് നോക്കാം. സോ ഓഗസ്റ്റ് 1 ഇവിടെയാണ്. സോ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം രാവിലെ തന്നെ ഓപ്പണിംഗ് റേഞ്ച് ഹൈ ഒരു ബൈ പ്രഷറോടെ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 10:21 അത് ബ്രേക്ക് ചെയ്യുന്നത്. സോ ഏകദേശം 10:22 ഞാൻ ട്രേഡ് എടുക്കുന്നു. ആൻഡ് 10:22 ട്രേഡ് എടുത്തതിന് ശേഷം ഇവിടെ എല്ലാം ബ്ലൂ മാർക്കേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ റൈഡ് കണ്ടിന്യൂ ചെയ്തു. ആൻഡ് സത്യം പറഞ്ഞാൽ 750 താഴെ വരുമ്പോൾ എനിക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ആ ബാക്ക് ടെസ്റ്റഡ് ഡേറ്റയിൽ ഒരു സെൽ പ്രഷർ വരുന്നവരെ കാത്തു നിന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 11:10 ഈ ഒരു ലെവലിലാണ്, ഇവിടെയാണ് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു മോശം എക്സിറ്റ് ആണ്. ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ സ്ട്രൈക്ക് പ്രൈസ് 750 ബ്രേക്ക് ചെയ്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിബിളി എക്സിറ്റ് ചെയ്യാം.
അല്ലെങ്കിൽ ഒരു ബൈ പ്രഷർ ഇവിടെ ബൈ പ്രഷർ മിസ്സാവുന്നുണ്ട് ഈ ഒരു സമയത്ത് ബൈ പ്രഷർ മിസ്സായി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് എക്സിറ്റ് കൺസിഡർ ചെയ്യാം. ഇനി മറ്റൊരു രീതിയിൽ ഇതിനെ നോക്കണമെങ്കിൽ നമ്മൾ എടുത്തത് 24,750 കോൾ ഓപ്ഷനാണ്. നിങ്ങൾ ആ ഗൂഗിൾ ഷീറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ 24,750 കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് വൈസ് സെല്ലേഴ്സ് വോളിയത്തിൽ വന്ന് നോക്കിയാൽ ഇവിടെ ഷോ ക്യാൻഡിൽസ് മാറ്റി നമ്മൾ ഷോ ക്യാൻഡിൽസ് കൊടുക്കുന്നു. എന്നിട്ട് കോൾ സെൽ ആൽഫ ആർക്ക് മാത്രം എനേബിൾ ചെയ്യുന്നു. അതായത് കോൾ സെല്ലേഴ്സിന്റെ ഡേറ്റ മാത്രം എടുക്കുന്നു. നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ആണ് ചെയ്തിരിക്കുന്നത്. സോ കോൾ സെല്ലേഴ്സ് നമുക്കെതിരാണ്. അതായത് ഇവിടെ കോൾ സെല്ലേഴ്സ് ഓവറോൾ സ്ട്രോങ് ആയി വരികയാണെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. നേരെ മറിച്ച് കോൾ സെല്ലേഴ്സ് വീക്ക് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ബയ്യേഴ്സ് ആക്റ്റീവ് ആവുക എന്നല്ലേ. അപ്പോൾ ഇവിടെ കോൾ സെല്ലേഴ്സ് വീക്കായി വരികയാണ് വേണ്ടത്. അപ്പോൾ 10:22 സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഏകദേശം 10:21 ഈ സമയത്ത് ഈ ഒരു ആൽഫ ആർക്കിന് താഴെയായിട്ട്, അതായത് ഒരു മൂവിങ് ആവറേജിന്റെ താഴെയായിട്ട് ഇത് വന്നിട്ടുണ്ട്, വോളിയം വന്നിട്ടുണ്ട്. അതിനുശേഷം വോളിയം പതുക്കെ ക്യാച്ചപ്പ് ചെയ്ത് ആൽഫ ആർക്കിന് മുകളിലെത്തുന്നു. സോ ആൽഫ ആർക്കിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കോൾ സെല്ലേഴ്സ് വീണ്ടും സ്ട്രോങ് ആവുക എന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോലും എക്സിറ്റ് ചെയ്യാം. 10:40 ആ റേഞ്ചിൽ പോലും നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻസ് ആണെങ്കിലും പുട്ട് ഓപ്ഷൻസ് ആണെങ്കിലും വോളിയം ആൽഫ ആർക്കിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് കോൾ സെല്ലേഴ്സിന്റെ അല്ലെങ്കിൽ പുട്ട് സെല്ലേഴ്സിന്റെ വോളിയം ആൽഫ ആർക്കിന് താഴേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് തന്നെ ആൽഫ ആർക്കിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതും ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി എന്തിന് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കണം, ഈ സ്ട്രാറ്റജി ശരിക്കും എഫക്റ്റീവ് ആണോ എന്നുള്ളത്, അതിനായിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസത്തെ ബാക്ക് ടെസ്റ്റഡ് ഡേറ്റ വിത്ത് എൻട്രി എക്സിറ്റ് ടൈമുകൾ, എൻട്രി എക്സിറ്റ് പ്രൈസുകൾ എവിടെയൊക്കെ ഞാൻ ചെയ്തു, എവിടെയൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ നല്ല പ്രോഫിറ്റ് ട്രേഡുകൾ കണ്ടെത്തി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ട്രേഡുകളും അതിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരു ഗൂഗിൾ ഷീറ്റായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് സി നമ്മൾ ഈ പറഞ്ഞ റൂൾസ് വെച്ചിട്ട് അങ്ങനത്തെ എൻട്രീസ് അല്ലെങ്കിൽ എക്സിറ്റുകൾ പോസിബിൾ ആയിരുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു ഗൂഗിൾ ഷീറ്റിൽ ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എൻട്രീസ് ആണ്. അല്ലാതെ 100 മുതൽ 200 രൂപ വരെ ഓപ്ഷൻ പോയിട്ടുണ്ടെങ്കിൽ 100 മുതൽ 200 വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു എന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഞാൻ പല വലിയ പ്രോഫിറ്റും അതിൽ മിസ്സാക്കിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കിട്ടിയ പ്രോഫിറ്റുകളാണ് ബാക്ക് ടെസ്റ്റഡ് റിസൾട്ടായിട്ട് അത്ര പേഴ്സൻറ്റേജിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഗൂഗിൾ ഷീറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഈ സ്ട്രാറ്റജിയുടെ മറ്റ് പല അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് ഞാനിവിടെ പറയാം. 1, നമ്മൾ ഒരിക്കലും ഓവർ ട്രേഡിങ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു മാസത്തിൽ അറൗണ്ട് ഏകദേശം ഹയസ്റ്റ് നമ്പർ ഓഫ് ട്രേഡുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ ഏകദേശം 40-45 അതായത് ഒരു ദിവസം ഓൺ ആൻ ആവറേജ് 2 മുതൽ 3 ട്രേഡ് വരെ മാക്സിമം. സോ നമ്മൾ ഓവർ ട്രേഡിങ് ചെയ്യുന്നില്ല. 2, നമുക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും പലപ്പോഴും ചെറിയ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ. 3, മിക്ക മാസങ്ങളിലും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാസങ്ങളിലും നമ്പർ ഓഫ് പ്രോഫിറ്റബിൾ ട്രേഡ്സ് നമ്പർ ഓഫ് ലോസ് മേക്കിംഗ് ട്രേഡ്സിനെക്കാട്ടിലും കൂടുതലാണ്. ആൻഡ് ഒരു ട്രേഡിൽ ഉണ്ടാകുന്ന ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ട്രേഡിൽ ഉണ്ടാകുന്ന ആവറേജ് ലോസിനെക്കാട്ടിലും കൂടുതലാണ്. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് കണ്ണും പൂട്ടി നമ്മൾ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാക്ക് ടെസ്റ്റ് ചെയ്തെങ്കിലും നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്പർ 1, എല്ലാ ദിവസത്തെയും കഴിഞ്ഞ 3 മാസങ്ങളിലെ പ്രിഫറബിളി അതിൽ കൂടുതൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നോക്കുക. ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 915 ട്രേഡിൻ്റെ ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണ്. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഹിസ്റ്ററി ചാർട്ടുകൾ മുന്നത്തെ മാസങ്ങളിലെ അപ് ടു ജനുവരി ഉള്ള ഡേറ്റ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ട്രേഡുകൾ പോസിബിൾ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം നോക്കാം. മറ്റൊരു കാര്യമുള്ളത്, ഇൻ കേസ് നിങ്ങൾക്ക് സ്ട്രാറ്റജി വർക്കിംഗ് ഉണ്ട്, നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 915 ട്രേഡിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ലൈവായിട്ടുള്ള ചാർട്ടുകളും ഡേറ്റകളും ഇതുപോലത്തെ മാർക്കേഴ്സ് ലൈവ് ചാർട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ അതിനായിട്ട് നിങ്ങൾക്ക് FAB915 എന്ന കൂപ്പൺ കോഡ്, ഇവിടെ കാണുന്ന ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15% ഡിസ്കൗണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാവുന്നതാണ്. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ടുകൾ ഇഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്താണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കുക. വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട് ഇൻ എനി വേ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി സംബന്ധിച്ച ഡൗട്ടുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാനും മടിക്കരുത്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ പ്ലീസ് ഡു ഫോളോ അസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലത്തെ വാല്യുബിൾ കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ടിൽ വി മീറ്റ് അഗെയിൻ, ടേക്ക് കെയർ, ജയ് ഹിന്ദ് ആൻഡ് ഗുഡ് ബൈ. ഈ വരുന്ന
ഫ്രൈഡേ അതായത് 14th of November 915 ട്രേഡും ഫൈനാൻസ് വിത്ത് എബിയും കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഒരു ഫ്രീ വെബിനാർ ഉണ്ട്. ഇറ്റ് വിൽ ബി എ ലൈവ് ഇൻട്രാക്ഷൻ. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് 915 ട്രേഡിൻ്റെ ഫൗണ്ടേഴ്സുമായിട്ടും ഞാനുമായിട്ടും സംവദിക്കാനും ഈ ടൂളിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും എല്ലാത്തിനും സാധിക്കുന്നതാണ്. ഇറ്റ് വിൽ ബി എ ക്വസ്റ്റൻ ആൻസർ സെഷൻ പ്ലസ് എ ട്യൂട്ടോറിയൽ. സോ അതിനായിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടാവും. ആ ഗൂഗിൾ ഫോമിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അത് ഫ്രീ ആണ്. മാത്രമല്ല വെബിനാർ അറ്റൻഡ് ചെയ്യുന്നവർക്ക് എക്സ്ക്ലൂസീവായിട്ട് 915 ട്രേഡിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷനിൽ അഡീഷണൽ ഓഫേഴ്സ്, അത് ഒരുപക്ഷെ സമയമായിരിക്കാം അല്ലെങ്കിൽ പ്രൈസ് ആയിരിക്കാം, അഡീഷണൽ ഓഫേഴ്സും അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ക്ലൂസീവായിട്ട് അവർക്ക് മാത്രം വരുന്നതാണ്. സോ പ്ലീസ് ഡു കൺസിഡർ ദാറ്റ് ആസ് വെൽ.